മുള്ളുകൾ കളിച്ചിരിവട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവെട്ടങ്ങൾ കല്ലുകൾ മുള്ളുകൾ കളിച്ചിരിവട്ടങ്ങൾ ഉള്ളുണർത്തും നർമ്മവെട്ടങ്ങൾ ചിരിച്ചും കളിച്ചും ചിന്തകൾ വിടർത്തും ചേതോഹരമാം ചിറകടിനാദങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കല്ലും മുള്ളും പരിപാടിയിലേക്ക് സ്വാഗതം. വന്യജീവികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് കാണാൻ വരണ്ടോ? കല്യാണമൊന്നും അല്ല മെന്നെ, അതൊക്കെ കഴിഞ്ഞിട്ട് വർഷശേയി. ആ സായിബോ വരിക. വേണ്ടേ, ഞമ്മള് നിങ്ങളൊന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ. ഇരിക്കുക. നമ്മുടെ പറമ്പിലെ കാച്ചല് കപ്പാക എല്ലാം പന്നി കുത്തി നശിപ്പിച്ച് നാശാക്കി. വേണ്ടേ, അവറ്റങ്ങള് കൊല്ലം വല്ല വഴിയുണ്ടാ? ഒന്ന് പറഞ്ഞു തരും. അയ്യോ എന്റെ സാഹിബേ, പന്നീനെ കൊല്ലാൻ പാടില്ല. സാക്ഷാൽ അവതാരമല്ലേ, വരാഹാവതാരം. പിന്നെ നമ്മളെന്താ ചെയ്യാ? പന്നിവേട്ട നടത്തിയാ മതി. പന്നിവേട്ടയാ? ഒരെണ്ണത്തിന് പോലും നമ്മുടെ കയ്യിൽ കിട്ടൂല. പിന്നെയല്ലേ കൂട്ടത്തോടെ വന്ന് നമ്മൾ കൊല്ലണത്. എന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക, നമ്മുടെ സാഹിബല്ലേ. പറഞ്ഞറിയാം, പക്ഷെ തനിക്ക് ഞാൻ പറയണ പോലെ ചെയ്യാൻ പറ്റുമോ? പറ്റും ചാലേ പറയുള്ളൂ. നിങ്ങൾ പറയണ്ട മേന്നെ, വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരി. കുറച്ച് തുണിയും കടലാസും ഒക്കെ ചേർത്ത് ആദ്യം തന്നെ ഒരു പന്നിയുടെ രൂപം അങ്ങോട്ട് ഉണ്ടാക്കുക. ഒരു മരത്തിന്റെ ചോട്ടില് പന്നീനെ അങ്ങോട്ട് വെക്കുക. മറിഞ്ഞു നിന്ന് ആ പന്നീനെ അമ്പ് ചെയ്യുക. പിന്നെ പന്നിയുടെ ശല്യം ഉണ്ടാവില്ല, കേസും ഉണ്ടാവില്ല. ആറാം പറഞ്ഞ പന്നിയോളെ ഇന്ന് രാത്രി തന്നെ ഞമ്മള് കശാപ്പ് ചെയ്ത് കളയുന്നേ. നിങ്ങൾ നോക്കിയോളി, ഞമ്മള് കൽബില് തട്ടിയിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളി.